അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ മജീദാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോസ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കേൾക്കാൻ വേണ്ടിയാണ്. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാരാണ്. പക്ഷേ അതിൽ ഒരു 100-ൽ ഒരു 20% ചെറുപ്പക്കാരാണ് എന്നുവെച്ചാൽ കള്ള്, കഞ്ചാവ്, അതേമാതിരി ഇപ്പോൾ പുതിയൊരു സാധനം ഇറങ്ങിയിരിക്കുന്നത് MDMA. കാരണം അവർക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും അല്ലെങ്കിൽ കല്യാണം ഉണ്ടായാലും ഇനി എന്തെങ്കിലും വല്ല പരിപാടി ഉണ്ടായാലും അത് വേണമെന്നാണ് അവരുടെ ചിന്ത. ഞാൻ വീണ്ടും പറയുന്നത് 100-ൽ 70% ചെറുപ്പക്കാർ നല്ല ചെറുപ്പക്കാരാണ്. ഒരു കുതിരാളി ഇല്ലാത്ത ചെറുപ്പക്കാരാണ്. അതിൽ 30% ചെറുപ്പക്കാർ. അപ്പോൾ അവർ കേൾക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വെച്ചാൽ സന്തോഷം സങ്കടം ഇനി എന്ത് വരുമ്പോഴും പാട്ട് പാടിയാൽ മതി. ഞാൻ എന്താ ചെയ്യൽ, ഞാൻ എങ്ങോട്ടേലും ലോങ് യാത്ര ബൈക്കും പോകുകയാണെന്ന് വെച്ചാൽ മൂളിപ്പാട്ട് പാടി ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് മൂളിപ്പാട്ട് പാടി ഇങ്ങനെയാണ് പോകും. അപ്പോൾ അവിടേക്ക് എത്തണം അറിയില്ല, എന്നാലും വണ്ടി ഓടുന്ന ശ്രദ്ധയുണ്ടാവും. അതേമാതിരി എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ പാട്ട് പാടലാണ്. ചിലപ്പോൾ കരോക്കയിൽ ഇപ്പോൾ പാട്ട് പാടും, അല്ലാതെ കരോക്കെ അല്ലാതെ പാട്ട് പാടും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ മനസ്സിനൊരു കുളിർമയക്കാരം. അപ്പോൾ നിങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷമോ സങ്കടം എന്തെങ്കിലും വരികയാണെന്ന് വെച്ചാൽ നിങ്ങളും ഒരു മൂളിപ്പാട്ട് പാടിയാൽ മതി. എന്നുവെച്ചാൽ വീടി വലി, കള്ള് കൂടി, കഞ്ചാവ് അതൊന്നും വലിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ വലിച്ചാൽ നമ്മളെ ശരീരത്തിൻ്റെ കാരം അതിന് കേടുണ്ടാകുക, നമ്മളെ ഹാർട്ടിന്, നമ്മളെ കിഡ്നിക്ക്. അങ്ങനെ ലാസ്റ്റ് നമ്മളതൊരു ക്യാൻസറായി വന്നുകൊണ്ട് കഷ്ടപ്പെട്ട് ആ കാര്യം നമ്മൾ പിന്നെ ലാസ്റ്റ് മരിച്ചു പോകുക. അതിൻ്റെ കഷ്ടപ്പാട് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ നാൾ മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പോയി നോർബേ ആ ക്യാൻസർ ഇല്ല വാർഡ് കൂടി പോയിട്ട് ആ ക്യാൻസറുള്ള ആൾക്കാരെ അവസ്ഥ കണ്ടപ്പോൾ കണ്ണിന്ന് വെള്ളം പൊട്ടി. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോസിൽ ഇത് പറയാൻ കാരണം. അപ്പോൾ എനിക്ക് വയ്ക്കണ മാതിരി മൂളിപ്പാട്ടൊക്കെ ഞാൻ പാടലുണ്ട്. അപ്പോൾ അതേമാതിരി ഒരു പാട്ടും കൂടി നിങ്ങൾക്ക് ഞാൻ പാടി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും സന്തോഷം സങ്കടം എന്ത് വന്നാലും ഇതേമാതിരി പാട്ട് മൂളിപ്പാട്ടിന് പാടിയാൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ പാട്ടും കൂടി ഒന്ന് കേട്ട് നോക്കി. മാണികാമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടില് വിലസിടും നാരി. മാണികാമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടില് വിലസിടും നാരി. ഖാതിമുൻ നബിയെ വിളിച്ചു കച്ചവടത്തിനയച്ചു, കണ്ട നേരം കൽവിനുള്ളിൽ മോഹമോദിച്ചു. കച്ചവടവും കഴിഞ്ഞ് മുത്ത് റസൂലുള്ള വന്ന് കല്യാണാലോചനക്കായി ബീവി തൂനിഞ്ഞ്. മാണികാമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടില് വിലസിടും നാരി. തോഴിയെ ബീവി വിളിച്ച് കാര്യമെല്ലാമും അറിയിച്ച് മാന്യഭൂത്തോലിബിന്റെ അരികിലായച്ച്. തോഴിയെ ബീവി വിളിച്ച് കാര്യമെല്ലാവും അറിയിച്ച് മാന്യഭൂത്തോലിബിന്റെ അരികിലായച്ച്. മാണികാമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടില് വിലസിടും നാരി. കല്യാണ കാര്യമാണ്, ഏറ്റവും സന്തോഷമാണ്. കാര്യമാബൂത്തോലിബിനും സമ്മതമാണ്. കല്യാണ കാര്യമാണ്, ഏറ്റവും സന്തോഷമാണ്. കാര്യമാബൂത്തോലിബിനും സമ്മതമാണ്. മാണികാമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടില് വിലസിടും
വിലസിടും നാരീ. ബീബി ഖദീജ ബിയൊന്ന് പുതുമണവാട്ടി ചമഞ്ഞ് മുത്തുനബിയുള്ള പുതുമാരൻ ചാമഞ്ഞ് മാണിക്കാമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടില് വിലസിടും നാരീ